ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നാട്ടിലെ ചില വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ചൂണ്ടടിയിൽ നമ്മുടെ നാടിനെക്കുറിച്ചൊക്കെ ഒരു വിവരണം. പുഴയിലേക്ക് പോണ ഇടുങ്ങിയ വഴി, ഇങ്ങനെ വലിയ മരങ്ങളൊക്കെയാണ്. നല്ല രസമുള്ളൊരു വീഡിയോ ആയിരിക്കും. പ്രേക്ഷകർ സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണുക. കണ്ട പുഴ, ഫിഷിങ്ങുള്ള സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നാണ് ചൂണ്ടയിടുന്ന സ്ഥലം. ഈ പുഴയ്ക്കപ്പുറം കയനാടാണ്. റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നാട് ഏരിയയ്ക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ അമ്പലമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എറണാകുളം ജില്ലയിൽ അമ്പലമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഉണ്ട്. വീടുകളൊക്കെ വിൽക്കാനുണ്ട്. എന്നാൽ ഈ പരിസര പ്രദേശം നമ്മൾ താമസിക്കുന്ന ഏരിയയ്ക്കൊന്ന് ജസ്റ്റ് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വീട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിൽക്കുവാൻ. നമ്മൾ ഈ റോഡ് ഫ്രണ്ടേജ്, നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണത്. ഇവിടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ട്. കണ്ടോ, ഈ കാണുന്ന ഇടത് സൈഡിൽ കാണുന്ന സ്ക്വയറായിട്ട് കിടക്കുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ചുറ്റുമലം കെട്ടിയിട്ടേക്കുവാണ്. ഇതൊരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് കിണർ താത്തിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 2,75,000 രൂപയാണ്. ചെറിയൊരു പെട്ടിക്കടയാണിത്. ഉണ്ടോ, ഒരു പെട്ടിക്കടയിൽ പഴയ കാലത്തെ ഓർപ്പിക്കുന്ന ഒരു പെട്ടിക്കട. അവിടെ ഒരപ്പച്ചൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പരിസരമൊക്കെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഈ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ പുഴയിലേക്കാണ് പോകുന്നത്. ഈ വഴി നേരെ കോലഞ്ചേരിക്ക് പോകാം. ഉണ്ട്, ഇത് അമ്പലമ്പടിയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോഴേ അമ്പലമ്പടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ ഈ റോഡ് കൂടി പോകുന്നത് ഇത് പുഴയിലേക്കുള്ള വഴിയാണ്. ഈ വഴി നമുക്ക് വാളകം, കോലഞ്ചേരി അങ്ങനെ പോകാം. ഇതൊരു പുതിയ വീട് പണിയുന്നതാണ്. അങ്ങ് ട്രാൻസ്ഫോമർ കാണില്ലേ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ പുഴയിലേക്കുള്ള വഴിയാണ്. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഒരു ഏരിയയാണ് ആ ഭാഗം. അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഈ കുരിശുപള്ളിയിൽ വരാറുണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. കോതമംഗലം ബാബയുടെ കബറിടത്തിൻ്റെ ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. ഇവിടേക്ക് ഞങ്ങൾ വന്ന് മെഴുകുതിരി കത്തിച്ച് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ എൽദോമാർ ബസിലിസ് ബാബയുടെ തിരുശേഷിപ്പ് സ്ഥാപനം. അപ്പം നമ്മൾ ഈ വഴി കൂടി നമ്മൾ പുഴയിലേക്ക്, ഞങ്ങൾ ഫിഷിങ്ങിന് പോകുന്ന ഒരു ഏരിയ കേട്ടോ. നല്ല രസമുള്ള ഏരിയ, നിറച്ച് കരിയിലുകളൊക്കെ ചാടി കിടക്കുന്നു. വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഈ കാടും തണലും. ഇവിടെ 2018 ഈ ഭാഗത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. 2018 മാത്രം. ഇത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇതിലെ വെള്ളം, ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വെള്ളം ഇതിലൊഴി വരും. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇവിടുന്ന് യൂസ് ചെയ്യാം. ഇതുണ്ട് കാപ്പി, നല്ല മണം. കാപ്പി നല്ല പണ്ടത്തെ പുഴപറമ്പിലേക്കൊക്കെ പോകുന്ന വഴി ഇങ്ങനെയാണ്. ഇടവഴി കൂടിയിട്ട് വേണം പുഴയിലേക്ക് പോകാൻ. വലിയ മരങ്ങളും. ഇതന്നെ തേനീച്ച, ചെറുതാൻ തേൻ കുട്ടിയാണ്. വല്ല പാമ്പ് വല്ലതും ഉണ്ടാവില്ല. ഇതിലേക്ക് ഉടുമ്പ് കയറിയിരിക്കും ഇങ്ങനെയുള്ള ഈ അള്ളിൽ. എന്താ പൊത്തുകളുണ്ടല്ലോ അവിടെ, ഉണ്ടോ? മരങ്ങളുണ്ടോ ഇവിടെ? ഇങ്ങനെ ഈ ഉടുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ തുളകളിങ്ങനെ എന്തോ തുളയുണ്ടല്ലോ ഈ സൈഡിൽ തന്നെ പോലും. ഇവിടെ വല്ല പാമ്പുകളൊക്കെ കയറിയിരിക്കുമോ? എന്തായാലും നമുക്ക് പുഴയ്ക്കും പ്രേക്ഷകർ കാണിച്ചു തരാം. സൈഡിലൊക്കെ മൊത്തം ഒരു കാടൊക്കെ ഇവിടെ. ഇതുണ്ടോ,
ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ മലമ്പാമ്പൊക്കെ കയറി ഇവിടെ ഇങ്ങനെ കിടക്കുക, ആരും അറിയില്ല. ഉണ്ടോ, നമ്മൾ ഈ വെള്ളം 2018 വെള്ളം കയറിയ സമയത്ത് ഈ കൂടുകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തോരം നമുക്ക് വെള്ളം കയറിയെന്ന് അറിയാൻ പറ്റും. ആ സമയത്ത് വെള്ളം കയറിയ സമയത്ത് ഇവിടെ കണ്ടോ, അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ഇത്രയും പൊക്കത്തിൽ ഇവിടെ വെള്ളം വന്നിട്ടുണ്ട്. ഈ ഭാഗം കണ്ടോ, മൂവാറ്റുപുഴ റൂട്ടിൽ വെള്ളം കയറാത്ത സ്ഥലമുണ്ട്. നമ്മുടെ ആ ഭാഗത്തൊന്നും വെള്ളം വന്നിട്ടില്ല. എന്താ പുഴ, ഈ പുഴയിലാണ് ഫിഷിങ്ങിന് ഞങ്ങൾ വരാറ്. ഇവിടേക്ക് ഇന്ന് ഞാൻ ഫിഷിങ്, ആ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഫിഷിങ്ങിന് വരാറുണ്ടാകും. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് കാരണം ഒരേ ഒരു ടൈം പാസ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ പുഴത്തേരുത്തുന്ന ഫിഷിങ്ങാണ് പരിപാടി. ഉണ്ടോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോങ്ങിലേക്ക് മീൻ വെട്ടണ കാണാൻ പറ്റും. ഇവിടെ ഇതേ കണ്ടോ, ഇതെവിടെ ഉണ്ടോ, ഒരു ഓളം വെട്ടിയത് കണ്ടോ മീൻ, അത് കണ്ടോ, മീൻ ഇങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ ഓളം വെട്ടും. ഇവിടെ വലിയ മീനുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, മീൻ ഇങ്ങനെ കയറി മറിയണ കാണാൻ പറ്റും. ഇവിടെ ഞങ്ങൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കണ്ടോ, മീൻ ഓളം വെട്ടണ കണ്ടോ, മീൻ തീറ്റ കൊത്താൻ വേണ്ടിയിട്ട് പൊങ്ങി തന്നെയാണ് അത്. ഇതേ കല്ലിൻ്റെ അവിടെ ഇരുന്നും, ഇവിടേക്ക് നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് ചൂണ്ടിടാൻ പറ്റുന്ന നല്ല പ്ലേസാണ് അത്. ഇതിൻ്റെ അപ്പുറത്ത്, ഈ പുഴയ്ക്ക് അപ്പുറത്ത് കൈനാട് ഭാഗം നേരെ കടന്നാൽ. ഇപ്പോൾ ആരും അങ്ങനെ ചൂണ്ടിടാൻ വരാറില്ല അവിടെ. ചിലപ്പോൾ ഞാൻ വരാത്ത കാരണമായിരിക്കും കാണാത്തത്. ഉണ്ട് പരിസരം എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ രാവിലെ ഇപ്പം ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്, തുറന്നു വിട്ടേക്കണേന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു 6:45 7 മണി ആവണം. സൂര്യൻ ഉദിച്ചു വന്ന സമയം കണ്ടോ. അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാം ശ്രദ്ധിച്ചാൽ. ഇല്ലിയിൽ വെള്ളമൊക്കെ ചാടിക്കണുണ്ടോ. അപ്പോൾ ഇന്നലെ നന്നായിട്ടൊരു മഴ പെയ്തായിരുന്നു, ഉണ്ടോ, മഴത്തുള്ളികൾ ഇരിക്കണുണ്ടോ, മഴത്തുള്ളികൾ. ഈറ്റയാണ്, ഈറ്റ. നമുക്ക് അങ്ങേ കടവിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ പൊല്യൂഷൻ കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ലൊരു ഏരിയ കേട്ടോ ഈ സ്ഥലം. ഇവിടെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ സ്ഥലമുണ്ട് എന്ന് കരുതി 2018 മാത്രമാണ് ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം വന്നത്. അന്നേരം ഈ പേടിക്കൊന്നും വേണ്ട, 2018 പോലും വെള്ളം കയറാത്ത ഏരിയ ഉണ്ട്. ഇത് നമുക്കിതിൽ വന്ന് ജസ്റ്റ് ഇത് പറ്റിയൊരു പ്ലേസാണ്, കുളിക്കടവ. ഇവിടെ കണ്ടോ, ഞാൻ ഇവിടേക്ക് വെള്ളം കയറിയ സ്ഥലമാണ്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കൂട് തൂങ്ങണ കണ്ടോ, ഇതുണ്ടോ, ഇത്രയും പൊക്കത്തിൽ ഇവിടെ വെള്ളം വന്ന. അങ്ങ് ലോങ്ങിലേക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം, കുളിക്കടവിലേക്ക്. ഇത് ഇവിടേക്ക് നല്ല കുളിക്കടവ. പുഴയിലൊക്കെ വന്ന് കുളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് ഓർമ്മയുണ്ട് പുഴയിലൊക്കെ വന്ന് കുളിക്കുന്നത്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. കിളികളുടെ സൗണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത ലൈവായിട്ടുള്ള ഇപ്പോൾ എടുത്ത കേട്ടോ. ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ലൈവായിട്ട് കണ്ടോട്ടെന്ന് ഓർത്തിട്ടാണ് ഞാനിതിങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തം കാണണം. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നമുക്ക് പോവാം. ഞാൻ വന്ന വഴിക്കൂടെ അല്ല പോണത്, വേറെ വഴിക്കൂടെയാണ് പോണത്. പണ്ടത്തെ ഇങ്ങനെയൊക്കെ ഈ പുഴയും ഈ സ്റ്റെപ്പും കാണുമ്പോൾ നിങ്ങളൊക്കെ ഓർമ്മ, ചിലപ്പോൾ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മ വരും അല്ലേ. ഇതുണ്ടോ,
അങ്ങനെ കുത്തുകല്ലൊക്കെ ഇറങ്ങി വന്ന് പണ്ടൊക്കെ ഇരുന്ന് പോവും. മാങ്ങയും ഉപ്പൊക്കെ കൂട്ടി മാങ്ങ തിന്നത്. എവിടെ ഒരു മീൻ ചാടി കണ്ടോ, വലിയ മീനാണ്, ഓളം പെട്ടണുണ്ടോ. ഈ കൂറിലായിരിക്കും അതൊക്കെ. ഇതേ കണ്ടോ, അത് എവിടേക്ക് നല്ല മീനാവുന്ന കണ്ടോ, കണ്ടോ. അവിടെ വലിയ മീൻ വെട്ടണേ അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കുത്തുകല്ലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇന്ന് ചെറുപ്പത്തിൽ ഉപ്പും മാങ്ങയും മുളകും കൂട്ടിയിട്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇരുന്ന ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഇരിക്കണ ഓർമ്മ കാണും എല്ലാവർക്കും. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു കാലം നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഉള്ള സമയമൊക്കെ നല്ല എൻജോയ് ആയിട്ട് ജീവിക്കുക, മനസ്സിലായില്ലേ. പിന്നെ നല്ല വീടും സ്ഥലമൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർ വെച്ച് താമസിക്കാൻ എത്രയും പെട്ടെന്ന് മേടിക്കുക. അണച്ചു ഇത്രയും നേരം കയറി വന്നപ്പോഴത്തെ ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതുവഴി വെള്ളം വരുന്നത്. ഈ ഇത് കണ്ടോ, ഇത് ഗണപതി കടവെന്ന് പറയും. ഇതുവഴി പുഴയിൽ നിന്ന് വെള്ളം അടിച്ചതിലേക്ക് ഈ തോട് വഴി കൃഷി ആവശ്യങ്ങൾക്ക് ആയിട്ടുള്ള വെള്ളം ഈ തോട് വഴിയാണ് വന്നത്. ഈ വഴി ആണ് പുഴയിൽ നിന്ന് അടിച്ചു കയറ്റും. എന്നിട്ട് നമ്മുടെ അമ്പലമ്പടി ഭാഗത്തേക്കൊക്കെ വെള്ളം യൂസ് ചെയ്യുന്ന ഇവിടുന്നാണ്, ഈ പുഴയിൽ നിന്ന് ഇതുവഴി വരും. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നല്ല വേനൽക്കാലമാണല്ലോ, ഇതിലാണ് വെള്ളം പമ്പ് ചെയ്ത് വരുന്നത് ഈ തോട് വഴി. ഈ പുഴയുടെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ അതേ ഇങ്ങനെ നല്ലൊരു രസമാണ്, നല്ലൊരു വൈബാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ലോങ്ങിലേക്ക് നോക്കി പുഴ. ഇവിടേക്ക് വന്നിരുന്ന് സമയം പോകാനൊക്കെ നല്ല രസമാണ്. ഇതിലും കടലേക്ക് നിന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് കള്ളൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് ഈ സൈഡിലൊക്കെ ഇരുന്ന് കുടിക്കാൻ. കള്ളും കപ്പയും ബീഫും കൂട്ടിയിട്ട് ഇവിടേക്ക് ഇരുന്ന് കഴിക്കണം. പക്ഷെ നല്ല തിരക്ക്, ഇതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല. ഇന്ന് സമയം കണ്ടെത്തണം കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട്. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരു 2-3 ദിവസത്തേക്ക് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറി നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. മാറി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയൊരു ഓർമ്മയായിരിക്കും. പക്ഷേ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മാറി നിൽക്കൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഈറ്റയിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് നല്ല മീൻ, ശരിക്കും പറഞ്ഞാൽ ഈ കൂരൽ അതുപോലെ തന്നെ വഴുത അങ്ങനെയൊക്കെയുള്ള മീനാണ് ഇവിടെ കിട്ടുന്നത് അധികം. വലിയ ഉരുളുമീനൊക്കെ ഉണ്ട്. അതൊന്ന് ചൂണ്ടയിൽ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയിമൂപ്പച്ച പറയും ഞങ്ങൾ ചെറുപ്പത്തിൽ. അയിമൂപ്പച്ച ഇതൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ. അയിമൂപ്പച്ച ഇതൊക്കെ നമ്മൾ കാലൊക്കെ ചെറുപ്പത്തിൽ മുറിയുമ്പോൾ ഞങ്ങളിത് ഇതിങ്ങനെ വരച്ച് മുട്ടയിലൊക്കെ ഞങ്ങൾ തേക്കും. ഇപ്പോൾ ഈ സാധനം കാണാറില്ല. അങ്ങനെ ചേമ്പും കാണാറില്ല. കണ്ടോ, ചേമ്പിൻ്റെ ഇല കണ്ടോ, കണ്ടോ. ഇതൊക്കെ ആൾക്കാർക്കിപ്പോൾ കിട്ടാത്തൊരവസ്ഥ. ചേമ്പിൻ്റെ മഴത്തുള്ളി ഇരിക്കണേ. ഇതിൻ്റെ പേരെന്താ? ഇത് മുക്കുറ്റി. ഇതും അങ്ങനെ കാണാറില്ല ഇപ്പം. അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകർ നമ്മളെ ചാനലും കാണുമ്പോൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ടൈം പാസിൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ കണ്ടും അടുത്തവർക്ക് ഒരു ടൈം പാസ് ആയിക്കോട്ടെ എന്നാണ് ഇങ്ങനെ വന്നത് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് വീടുകളും സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തേങ്ങ എടുക്കുന്നുണ്ട് അപ്പുറത്ത് വീട്ടിലെന്നോ, അതങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. തേങ്ങ സീപ്പ്
നമ്മുടെ കൂട്ടുകാരൻ്റെ ഇവിടെ CP-യുടെ മെഷീൻ ഇത് ഇപ്പോൾ എല്ലാവരും പാലായിട്ട് തുടങ്ങണം. അത് കാരണം ഇപ്പോൾ മെഷീൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക, ഉപയോഗശൂന്യമായിട്ടിരിക്കുക. ആ പുഴയിൽ നിന്ന് വെള്ളമടിച്ച് ഈ വഴിയായിട്ട് വന്നത്. നല്ലൊരു നാടാണ്, നല്ല പൊല്യൂഷൻ കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ലൊരു നാടാണ്. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില പുതിയ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.